ഹലോ, ഇന്ന് നമുക്ക് നിലക്കടലയും പാലൊക്കെ യൂസ് ചെയ്തിട്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റായിട്ട് ഒരു റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ കുട്ടികൾക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോസ് എല്ലാം ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു കപ്പ് പാല്, അര കപ്പ് നിലക്കടല, ഇത് വറുത്ത നിലക്കടലയാണ് കേട്ടോ. ഇനി ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയും ഒരു ഏലക്കായും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1 ടേബിൾ സ്പൂണോളം നെയ്യ് എടുത്തിട്ടുണ്ട്. നമ്മൾ എടുത്തിട്ടുള്ള നിലക്കടലയിലെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്കതിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു 1/2 കപ്പ് ചൂടുള്ള പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ടോട്ടൽ 1 കപ്പ് പാലാണ് ഇതിലേക്ക് ആവശ്യം. അപ്പോൾ 1/2 കപ്പ് ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് ഒരു 15 മിനിറ്റോളം നമുക്കിത് കുതിരാൻ വെക്കണം. ഇനി ഞാൻ ഒരു ജാറിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ആദ്യം ഒന്ന് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള 1/2 കപ്പ് പാലും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇത് സെറ്റാക്കാനുള്ള പാത്രം ആദ്യം ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിൽ കുറച്ച് എണ്ണയൊക്കെ തടവിയിട്ട് വയ്ക്കാം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള നിലക്കടലയും പാലും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം നമുക്ക്. അപ്പോൾ പെട്ടെന്ന് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇതൊന്ന് തിക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ പെട്ടെന്ന് തിക്കാവാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടരുത്. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ടൊന്ന് തിക്കാക്കിയിട്ട് നമ്മൾ ഈ പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവം ആവുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ നമ്മൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അത് തിക്കാവാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാരയും ഏലക്കായും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കൈവിടാതെ തന്നെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇത് തിക്കായ ശേഷം നമുക്ക് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് നമ്മൾ ഓയിൽ തേച്ച് വെച്ചിട്ടുള്ള പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിത് സെറ്റാവാൻ വയ്ക്കാം. അപ്പോൾ ഇത് പാത്രത്തിലോട്ടിട്ട് ഈ സ്പാച്ചില കൊണ്ട് തന്നെ ഒന്ന് മുകൾ ഭാഗം ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കുക. അല്ലെങ്കിൽ ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മുകൾ ഭാഗം ഒന്ന് സെറ്റാക്കി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് നിലക്കടല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് ഇതേ സ്പാച്ചില കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുക്കുക. ഇനി നമുക്ക് ഇത് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അരമണിക്കൂറോളം ഫ്രിഡ്ജിൽ വയ്ക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് തണുത്തിട്ട് സെറ്റായിക്കോളും. അപ്പോൾ ഞാനൊരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി വളരെ സ്വീറ്റായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂ. കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ അവർക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസിനായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം.